വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ രാഹുൽ ഈശ്വർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാനിപ്പോ ഒരു ചാനൽ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. എനിക്ക് അതിനോട് ഒരു മറുപടിയേ ഉള്ളൂ. ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. ഹണി റോസിന്റെ വിമർശനം സ്വീകരിക്കുന്നു. പക്ഷെ ഇതേപോലെ ഒരു മാന്യതയും മര്യാദയും ഹണി റോസ് വസ്ത്രധാരണത്തിൽ കൂടി കാണിക്കണം. അല്ല, എനിക്ക് തോന്നിയത് ഇന്നലെ ഇപ്പോൾ നടന്ന ചാനൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഹണി റോസ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ രാഹുലിന്റെ ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു? ഒരൊറ്റ കാര്യം ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചെന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസ്കാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു. ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാനപുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതിയാണ് അവരോട് വളരെ ബഹുമാനപുരസരം സൂചിപ്പിക്കാനുള്ളത്. ശ്രീ രാഹുൽ, താങ്കളോടുമുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, മറ്റൊരാളുടെ വസ്ത്രധാരണ രീതിയിലെ സഭ്യത അങ്ങനെ വേറൊരാൾക്ക് നിശ്ചയിക്കാൻ സാധിക്കുമോ? അങ്ങനെ അതിനൊരു മാനദണ്ഡം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുമോ? അവർ ഇന്ന വസ്ത്രം ധരിക്കണം, അതാണ് സഭ്യത? വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ? വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? പലപ്പോഴും നമ്മുടെ ചാനലുകൾക്കും മുഖ്യധാര ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല. ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അടക്കം ചാനലുകളിൽ വരുന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും നോക്കുക. ആരെ പിന്തുണച്ചുകൊണ്ടാണ് ആ കമന്റുകൾ വരുന്നതെന്ന് നോക്കുക. ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സ്ത്രീജനങ്ങളിൽ പോലും വലിയൊരു വിഭാഗം ആൾക്കാർ ഇടുന്നത്. അല്ല, ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ രണ്ട് വിഭാഗം ഉണ്ടാകും, അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാലും അത് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറാനുള്ള ഒരു കാര്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക. BNS പ്രകാരം 75 4ാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല. ഈ കാര്യത്തിൽ ആരും ബോച്ചെ ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല. ബോച്ചെ പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ബോച്ചെ പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാണ്. അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, അമല പോളിന്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിനോട് ചോദിക്കാൻ ഉദ്ദേശം. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഒന്നുകൂടെ ചോദിക്കാമോ? അല്ല, ഇക്കാര്യം തന്നെയാണ് ഞാനും ചോദിക്കാൻ വേണ്ടി ഇരുന്നത്. അതായത് ഈ വിഷയത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ആ നിലപാടും കൂടി ഒന്ന് പറയാം. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം. ഇനി ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷം ജയിലിലിടണം. ശ്രീ രാഹുൽ, ഈ ഘട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെമ്മണ്ണൂരിനെ ജയിലിൽ അടക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിലടച്ച് കളയണോ? 2, ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് സിനിമയിലാണ്. ശ്രീ രാഹുൽ, ഇത് നമ്മൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ രാഹുൽ, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനാവില്ല. രാഹുൽ, ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാനാകില്ല. പുരുഷനെ വേട്ടയാടാവുന്ന മനോഭാവം പാടില്ല. കസബയിൽ മമ്മൂട്ടി പറയുന്നത്, കസബയിൽ മമ്മൂട്ടി പറയുമ്പോൾ മമ്മൂട്ടിക്കെതിരെ രാഹുൽ, ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് റിയൽ ലൈഫും ഇത് റിയൽ ലൈഫുമാണ് എന്നാരും ചോദിക്കുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് ലാലേട്ടൻ അത് പറയുമ്പോൾ അതൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു. അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർപ്രതികരണങ്ങൾ വരുന്നത് ഇവരെ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടല്ല. ശ്രീ രാഹുൽ, താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഈ വിഷയവുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അത് സിനിമയാണ്.
ഇത് ജീവിതമാണ്. ഒരു സ്ത്രീ നിരന്തരമായി അവരുടെ തൊഴിലിടത്തിൽ ദയവായി ചോദ്യം മനസ്സിലാണ്ട് പറയാതെ ദയവായി ശ്രദ്ധിക്കുക. അതായത് സിനിമയിലും പൊതുരംഗത്ത് നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം. ബോച്ചെ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം. ഇനി ഒരു വരി കൂടെ ഉണ്ട്. ബോച്ചെ പറയാൻ പോകുന്ന ഒരു ഡിഫൻസ്. ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ്. ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശിച്ചതെന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അത് ബോച്ചെ പിൻവലിക്കണമെന്നും ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ നാടിന്റെ തന്നെ അഭിപ്രായം, നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി, വൾഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വമില്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ, എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാനത് ധൈര്യം കാണില്ല. കാര്യം പറഞ്ഞ ചാനലുകളെല്ലാം കൂടെ അവരെ ചാടിക്കടിച്ച് ഇല്ലാതാക്കും. അപ്പോ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പറയാതിരിക്കും. പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഹണി റോസിന് ഇഷ്ടമാണ്. എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും. ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. രാഹുൽ, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ശരീരത്തെ അതൊക്കെ ഏത് തരത്തിൽ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? അതിൽ നമുക്ക് അങ്ങനെ ഒരു മാനദണ്ഡം പറയാൻ സാധിക്കുമോ? അതെനിക്കറിയില്ല. ആ വിഷയം അവിടെ ഇരിക്കട്ടെ. ഞാൻ രാഹുലിനോട് ഈ ഘട്ടത്തിൽ ഒരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം മുഴുവൻ രാഹുൽ ഈ പറയുന്നത് പോലെ ഫ്ലാഗ് വസ്ത്രത്തിൽ ധരിച്ചുകൊണ്ട് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു രാഹുലിന്. അതും ഇത്തരത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിമർശിക്കപ്പെട്ട പോലെയാണോ സാരി പ്രത്യേക രീതിയിൽ ധരിക്കുന്നത്? മാഡം, ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി ചോദിക്കട്ടെ. താങ്കൾ മനസ്സിൽ കൈവച്ച് പറയണം, പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണ ഓവറാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? താങ്കൾ സത്യസന്ധമായി പറയണം. യെസ് ഒന്നോ നോ എന്നോ പറയണം. രാഹുൽ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ രാഹുലിനോ നമുക്കുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഇതിൽ ഉത്തരം വ്യക്തമാണ്. താങ്കളുടെ ഉത്തരം വ്യക്തമാണ്. രാഹുൽ, അതങ്ങനെയല്ല. എന്റെ ഉത്തരത്തെ രാഹുലിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. രാഹുൽ താങ്കൾ സൂചിപ്പിച്ച ഉത്തരം വളരെ വ്യക്തമാണ്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. രാഹുൽ, അങ്ങനെയല്ല. ഇത് എനിക്കോ താങ്കൾക്കോ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരവരുടെ സൗന്ദര്യത്തെ എങ്ങനെ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലൊരു മാനദണ്ഡം എനിക്കോ താങ്കൾക്കോ കൊണ്ടുവരാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ. ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മാത്രമല്ലല്ലോ, എത്രയോ കാലമായി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പല തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഫീഡ്സിലാണെങ്കിലും അതല്ലെങ്കിൽ പൊതുമധ്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ട് ാണ്. അതിലൊരു നിയന്ത്രണം വേണ്ടതല്ലേ? നമ്മൾ ജീവിക്കുന്നത് അത് തീർച്ചയായും വേണം. അത് യോജിക്കുന്ന കാര്യമാണ്. ശ്രീ ബോബി ചെമ്മണ്ണൂറിനെ ഇഷ്ടത്തോടെ അദ്ദേഹത്തെ പരിചയമുള്ള വ്യക്തി എന്നതിൽ പറയുകയാണ്, അത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കണം. കാര്യം പലപ്പോഴും സമൂഹത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ കാര്യമാകും. അത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഒഴിവാക്കണം. ഇത് അദ്ദേഹത്തിന് ഒരു പാഠമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. ബോബി ചെമ്മണ്ണൂറിനെ കേരളത്തിൽ 99% ആൾക്കാർ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അവർ സൂചിപ്പിക്കുന്നത് ഹണി റോസിന്റെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മാധ്യമങ്ങൾ ഇത്രയും വിരൽ പിടിക്കേണ്ട കാര്യമില്ല. അതായത് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹത്തെ 3 വർഷം ജയിലിലിടണോ? ആർക്കും തോന്നുന്ന ചോദ്യമല്ലേ. ഹണി റോസിന്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറയുന്നത് അവര് ധരിക്കുന്ന വസ്ത്രമാണോ എന്നുള്ളതാണ് ഇവിടെ ഒരു ഐറണി ആവുന്നത്. രാഹുൽ, ഒരാൾ ധരിക്കുന്ന വസ്ത്രം അല്ലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അങ്ങനെ മാന്യതയില്ലാതെയോ സഭ്യത കുറഞ്ഞോ വസ്ത്രങ്ങൾ ധരിച്ചാൽ വിമർശനങ്ങൾ വരില്ലേ? ഇത് കണ്ണട ചിരിട്ടാക്കിയിട്ട് എന്താണ് കാര്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. സഭ്യമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കട്ടെ. ഇനിയിപ്പോൾ അതിൽ ബോബി ചെമ്മണ്ണൂരിന് ഒരു വിയോജിപ്പുണ്ടെന്നിരിക്കട്ടെ. ഹണി റോസ് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നതിന് ബോബി ചെമ്മണ്ണൂരിന് ഒരു വിയോജിപ്പുണ്ട് എന്നിരിക്കട്ടെ. അതിന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണോ പറയേണ്ടത്? ഇനിയിപ്പോൾ അത് തന്നെ, ഇത് മാത്രമല്ലല്ലോ, ഈ കുന്തി ദേവി എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, പലയിടങ്ങളിലും അതല്ലാതെയുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലേ രാഹുൽ? കണ്ടിട്ടില്ലേ? രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നടിയെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന പരാമർശം രാഹുലിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ലേ? നടിയെന്നല്ലേ ഞാൻ പറഞ്ഞത്, മറ്റൊരു ഭാഷയാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. അത് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കുന്നതല്ല വാക്ക്. അവിടെയാണ് തീർച്ചയായും ആ പ്രയോഗത്തോട്, നടിയോട് റൈം ചെയ്യുന്ന പ്രയോഗം അദ്ദേഹം ചെയ്തത് ശരിയായില്ല. അദ്ദേഹം തിരുത്തും, അതിനെ പിൻവലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
അല്ല, ഇത് ഈ ഘട്ടമായിട്ടും അദ്ദേഹം ഇന്നലെയും അദ്ദേഹം സ്റ്റേഷനിലെത്തുമ്പോൾ എന്താണ് രാഹുൽ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്, കുറ്റബോധമില്ല എന്നാണ്. സംസാരത്തിൽ മാന്യത ആവശ്യമാണ്, സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയയ്ക്ക് മടി വേണോ? എന്റെ ഏക ചോദ്യം ഇതാണ്. അതായത് സംസാരത്തിന് മാന്യത വേണം, നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യതയും മയവും മിതത്വവും പുലർത്തണം, ഇത് ആർക്കും വിരോധമില്ല. പകരം ഇതേപോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ താങ്കളോട് ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ മലയാളികളിൽ ഒരാൾക്കെങ്കിലും, ഇത് എന്റെ വാക്കുകളല്ല, ഫറാഷ് ഷിബിലയുടെ വാക്കുകൾ എടുക്കുകയാണ്, കേർട്സി ഫറാഷ് ഷിബിലയാണ്, ഹണി റോസ് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? ഇത്രയും ഓബ്വിയസ് ആണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങളെന്നിരിക്കെ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഹണി റോസിനെ വിമർശനത്തിന് അതീതയാണ്. ഹണി റോസ് പറയുന്ന കാര്യങ്ങളോടോ ഹണി റോസിന്റെ വസ്ത്രങ്ങളോടോ ഒരു വിമർശനം പാടില്ല, ഹണി റോസിന്റെ ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? അതുകൊണ്ട് ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് അവരോട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. നാളെ ജനുവരി 10 അവരുടെ റേച്ചൽ എന്ന സിനിമ വരുന്നുണ്ട്, ആ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും. ശരി രാഹുൽ, എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദിയുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കാമെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാമെങ്കിൽ അത്തരത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലുള്ള വിയോജിപ്പ് രാഹുൽ ഈശ്വറിനും പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അതിനെ തിരിച്ചു വിമർശിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ളതാണ്.